ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിബ്നാസ് വേർഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലെ കുറച്ച് കൂട്ടുകാരുടെ ആവശ്യപ്രകാരമാണ്. അത് മറ്റൊന്നുമല്ല, തംബ്ലൈനിൽ കണ്ടതുപോലെ മിലിറ്ററി നഴ്സിംഗിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സൗജന്യമായി BSc നഴ്സിംഗ് പഠിച്ച ആംഡ് ഫോഴ്സിൽ കമ്മീഷണർ ഓഫീസർ പദവിയോടെ നഴ്സായി ജോബ് ചെയ്യാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മിലിറ്ററി നഴ്സിംഗ്. ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ് മാത്രമല്ല, യൂണിഫോം, ഫുഡ് തുടങ്ങിയ എല്ലാ ഓൾ അസോസിയേറ്റ് എക്സ്പെൻസസും സർക്കാർ വഹിക്കുകയും ചെയ്യും. മാത്രമല്ല, സ്റ്റൈഫൻഡും ഉണ്ട്. പൂനെ, ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, കൊൽക്കത്ത, ലക്നൌ എന്നിവിടങ്ങളിലെ മിലിറ്ററി ഹോസ്പിറ്റലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകളിലാണ് പഠനം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങൾ പഠിച്ച ഫസ്റ്റ് ചാൻസിൽ 50% മാർക്കോടെ റെഗുലർ +2 പാസ്സായിരിക്കുന്ന ഗേൾസ് ആയിരിക്കണം. എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 25 ആണ്. അൺമാരീഡ് ആയിരിക്കണം. ഡൈവോഴ്സീസ്, വിഡോസ് വിത്തൌട്ട് ഒബ്ലിഗേഷൻസ് എന്നിവരെയും പരിഗണിക്കും. നീറ്റ് UG യോഗ്യതാ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയവർക്ക് ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ് എന്നീ വിഷയങ്ങളിൽ അധികരിച്ചുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് കൂടി ഉണ്ടാകും. തുടർന്ന് മെന്റൽ കപ്പാസിറ്റി എക്സാമും ഇന്റർവ്യൂ. സ്പോർട്സിൽ അച്ചീവ്മെന്റ് ഉള്ളവർക്കും നിലവിൽ മിലിറ്ററി സർവീസിൽ ഉള്ളവരുടെയോ മുൻപ് സർവീസിൽ ഉണ്ടായിരുന്നവരുടെ ഡിപ്പെൻഡേഴ്സിനും വെയിറ്റേജ് ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഉണ്ട്. കുറഞ്ഞത് 152 സെന്റിമീറ്റർ എങ്കിലും ഉയരമുണ്ടായിരിക്കണം. അഡ്മിഷൻ ലഭിക്കുന്നവർക്ക് നിശ്ചിത കാല സേവനം അനുഷ്ഠിക്കാം എന്ന ബോണ്ട് നൽകണം. 220 സീറ്റാണ് ആകെയുള്ളത്. ഈ കൊല്ലത്തെ അഡ്മിഷന് നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ഇതുമായി എല്ലാ ഡീറ്റെയിൽസും വരുന്നതാണ്. മിലിറ്ററി നഴ്സിംഗ് നോക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കും.